ഈ പൊന്മാൻ സിനിമയിൽ സീരിയസ് കഥാപാത്രമായിട്ട് അന്വേഷണമുള്ള കഥാപാത്രമായിട്ട് വരും. പെട്ടെന്ന് ട്രാക്ക് മാറ്റി ഇതിൽ ഒരു ഫ്രീക്കൻ ലുക്കിൽ രണ്ട് ദിശയായിട്ട് പോകുന്നു അല്ലേ? ഇതിൽ കോമഡിയിലേക്ക് വന്നു, സീരിയസിൽ കോമഡിയിലേക്ക് വന്നു. ആ ഒരു ട്രാക്ക് പിടിക്കുമ്പോൾ ബേസിൽ എങ്ങനെയാണ് സന്തോഷവാനാകുന്നത്? നല്ല സീരിയസ് ട്രാക്ക് വിളിച്ച് കയ്യടി കിട്ടിക്കൊണ്ടിരിക്കുന്നു, പറഞ്ഞ് വീണ്ടും കോമഡി ട്രാക്കിലേക്ക് വരുന്നു. അതിൻ്റെ ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ബേസിൽ? അല്ല, അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു എക്സൈറ്റ്മെൻറ്റ് വരുമോ, നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നത് അങ്ങനെയാണല്ലോ. ഇനിയും അത് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. ഇനിയും പൊന്മാൻ പോലത്തെ സിനിമകളും ചെയ്യണം, അതേസമയം മരണമാസം പോലത്തെ സിനിമകളും ചെയ്യണം. അപ്പോഴാണ് അതിനൊരു ഇതൊന്നും അല്ലാത്ത സിനിമകളും ചെയ്യണം. അപ്പോൾ അതെല്ലാം കൂടെ ഒരു മിക്സ് ഓഫ് എല്ലാം വരുമ്പോഴാണല്ലോ നമുക്കും ചെയ്യുന്ന ഇല്ലെങ്കിൽ ഇതൊരു മോണോട്ടോണസ് ഇതായിട്ട് മാത്രം നിൽക്കുമല്ലോ, ഒരേപോലെ തന്നെ എന്നുള്ള രീതിയിൽ നമുക്കും അത് ബോറടിക്കാൻ തുടങ്ങുമല്ലോ, കാണുന്നവർക്കും അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് പറ്റാവുന്ന പോലെയൊക്കെ ശ്രമിക്കുക. അത് അത്തരത്തിലുള്ള വെറൈറ്റീസ് വരുന്നവർക്കും കൊണ്ടുവരാനുള്ളൊരു മോട്ടിവേഷനും കൂടെ ആണല്ലോ. ഇപ്പോൾ പൊന്മാൻ കാണുമ്പോഴാണ് അവർക്ക് ഓക്കെ ഇയാൾക്ക് ഇങ്ങനത്തെ റോളുകൾ ചെയ്യാൻ സ്കോപ്പുണ്ട്, അപ്പോൾ അങ്ങനത്തെ റോളുകൾ അവരും ആലോചിക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന ഗുരുവായൂരമ്പല നടയിലോ നുണക്കുഴിയോ മരണമാസം എന്നൊക്കെ പറയുന്ന പോലത്തെ റോളുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ വരിക. അപ്പോൾ നമ്മളും അത് എക്സ്പ്ലോർ ചെയ്യാൻ ഓപ്പൺ ആകുമ്പോഴാണ് അവരും ഓപ്പൺ ആവുകയുള്ളൂ, ഓഡിയൻസും അതിനനുസരിച്ചിട്ട് എക്സൈറ്റഡ് ആവുകയുള്ളൂ. അപ്പോൾ അതെല്ലാം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു വളരാനുള്ള പോസിബിലിറ്റീസാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഒരു ഡയറക്ടറാണെങ്കിലും നമ്മൾ ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുമ്പോഴാണല്ലോ, പല രീതിയിലുള്ള ഓപ്ഷൻസ് ട്രൈ ചെയ്യുമ്പോഴാണല്ലോ നമ്മളും വളരുക. അല്ലെങ്കിൽ ഒരേപോലത്തെ കംഫർട്ട് സോണിൽ അകത്ത് തന്നെ നിന്ന് പോകുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടും വേണമെന്ന് എനിക്ക് തോന്നുന്നു, എല്ലാം വേണമെന്ന് എനിക്ക് തോന്നുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.